ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കോ ഗെയിമർ. അപ്പോൾ ഇന്ന് നമ്മൾ പിന്നെയും നമ്മുടെ ഫണ്ണി പാർട്ടായിട്ടുള്ള നമ്മുടെ മിനി മിലിറ്ററി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് നോക്കരുത്, ഇറ്റ്സ് മീ കോ ഗെയിമർ. ഇപ്പോൾ എൻ്റെ ലെവൽ എന്ന് പറയുന്നത് ചീഫ് വാറണ്ട് ഓഫീസർ 28ാമത്തെ ലെവലാണ്. എനിക്ക് ഫ്രണ്ട്സ് പറയാനുള്ളത്, ഈ വണ്ണെന്ന് പറഞ്ഞതൊക്കെ ഉണ്ട്, അവൻ ഏതാണെന്ന് എനിക്കറിയില്ല. അവനെ പാക്ക് അടിച്ച് വിടണം. അവൻ ഏതാ അറിയില്ല, അവനെ പാക്ക് അടിച്ച് വിട്ടെ. റിമൂവ്. ഇവർ രണ്ടുപേരാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇവന്മാർ എന്താ കേട്ടാ അപ്പിമുക്കമ്പ് കളിക്കാൻ വരാറില്ല, കേരള 100% കളിക്കാൻ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇവരുടെ ഒപ്പമാണ് ഫുൾ ടൈം കളിക്കുന്നത്. റിവാർഡ്സിലപ്പോൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ ഇത് കളക്ട് ചെയ്യാൻ 2 മണിക്കൂർ കൊണ്ട് പിടിക്കണം. അപ്പോൾ ടൈമുണ്ട്. അപ്പോൾ നമ്മളെ മുമ്പ് ലൂണാർസി വരെ കളിച്ചു. ഇനി അണ്ടർഗ്രൗണ്ട് കളിക്കാം. ഇനിയുള്ള മാപ്സൊന്നും എനിക്കറിയില്ല കേട്ടോ, മര്യാദയ്ക്ക് കളിക്കാൻ. നിങ്ങൾ കാണിക്കും, എല്ലാ മാപ്പും കളിപ്പിച്ച് കാണിക്കണം എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മിനി മിലിറ്റൻ്റെ വേറെ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. റോഡ് ടു 50K ആണ് ഗൈസ്. ചത്തു. ജെയിംസ് 007 പിടിക്കാം. ടൈമുണ്ട് ഗൈസ്, പിടിക്കാം. അവനെ പിടിച്ചിട്ടേ പോകണുള്ളൂ. അവനൊരു വർഷം കൊന്നിട്ട് ഞാൻ ഈ കളിന്ന് പോകുള്ളൂ. ഓ, അത് ഷോട്ട് ഗണ്ണാണ് ഗൈസ്, അത് ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല, പക്ഷെ പിടിക്കും. ജെയിംസ് 007 ജെറ്റ് പാക്കർ മാട്രോസും ഇവന്മാരെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ ജെയിംസ് 007 ലോങ് ആയിട്ട് അവിടെ നിന്നിട്ട് അടിക്കുന്നുണ്ട്. അതാണ് കേട്ടോ, അവന് കണ്ടോ 6 കിലോ ഉണ്ടോ. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ആക്കി. റോഡ് ടു 50K. അതെന്തുകൊണ്ട് അങ്ങനെ പറയാന്ന് വെച്ചാൽ 50K പിന്നെ നമുക്ക് ലൈവ് സ്ട്രീമുകളൊക്കെ ഇടാം. എന്നിട്ട് ചാവല്ലേ. ചത്തില്ലേ. മെഡ് അവിടെ എനിക്ക് അറിയില്ല. എനിക്ക് കളി സത്യം പറഞ്ഞൊന്നും അറിയില്ല. അറിയാം, എന്നാലും അധികം അറിയില്ല. ജെയിംസ് 007 11 കില്ലായി. പിടിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഗൈസ്. ചക്കയ്ക്ക് കിട്ടിയാൽ കിട്ടി, അത്രേ ഉള്ളൂ. ഒരെണ്ണത്തിനെ കൊല്ലുമ്പോൾ ജെയിംസ് വരും, ഇനി വേറെ ഇതിനും വരും. അപ്പോൾ നമുക്ക് 2 കിലോ കിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് ലൈവ് സ്ട്രീമൊക്കെ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ് കേട്ടോ. 50 സബ്, വെറും 50 സബ്. ഓക്കെ, ഇപ്പം നമ്മുടെ വ്യൂസൊക്കെ കുറവാണ് ഗൈസ്, അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. തോക്കൊക്കെ എറിഞ്ഞു വരുന്നു. സെക്കൻഡായി. മറ്റേ ജെയിംസിനെ പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു ഗൈസ്, ബിക്കോസ് 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റിലൊന്നും അവൻ്റെ അത്രയും കിൽസ് എടുക്കാൻ പറ്റില്ല, ഇമ്പോസിബിളാണ്. ഒരു ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോഴത്തേക്ക് ആ ഫ്ലോ കളഞ്ഞു. ഷെയർ ചെയ്തൊക്കെ ഷെയർ ചെയ്യട്ടോ ഗൈസ്. നമുക്ക് ലൈവിട്ട് മട്ടിപ്പാറ കളിക്കണ്ടല്ലേ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം ഇനി തൊട്ട്. മോളിൽ നല്ല വാറാണ്, മോളിൽ നല്ല. അയ്യോ, മെഡെടുക്കാനൊന്നുമില്ല. പക്ഷേ ജെയിംസിൻ്റെ തുള്ളി ലൈഫ് ഉണ്ടായിരുന്നുള്ളൂ, കൊല്ലാൻ പറ്റിയില്ല. 10 കില്ലിങ്ങിലെടുത്തു. കഴിഞ്ഞു, കളി കഴിഞ്ഞു, മാച്ച് ഓവർ. ഫസ്റ്റ് കളി കഴിഞ്ഞു. ഈ ലൈവിൽ 3 കളി ഇടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോഴത്തേക്ക് ഇടയിൽ ലൈവ് വരും. ഇനി അടുത്ത മാപ്പ് നമുക്ക് ജംഗിൾ കളിക്കാമല്ലേ. ജംഗിള് മോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ജംഗിളിലും സ്നൈപ്പർ ഔട്ട് പോസ്റ്റിലൊക്കെ നല്ല പ്രോ പ്ലെയേഴ്സ് ആയിരിക്കും. സെക്കൻഡ് യൂണിയൻ്റെ കുഴപ്പമില്ല, മീൻസ് അടുത്ത് നമ്മുടെ ലെവലിൽ സെക്കൻഡ് യൂണിയൻ്റെ കമന്ന സ്റ്റേഡിയം മാച്ച് നമ്മുടെ മുമ്പിലാണ്. മുമ്പിലല്ല, പുറകിലാണ്. അതുകൊണ്ട് അതും കുഴപ്പമില്ല. പക്ഷേ വേറെ ചിലതുണ്ട് ഗൈസ്, അതൊക്കെ സീനാണ്. ഇവിടെ ഷോട്ട് ഗൺ എടുക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വേറെ ഒരുത്തുണ്ട്. പക്ഷേ സച്ചിനാരും ഇല്ലല്ലേ, സച്ചിൻ എന്നെ വന്ന് AK-47 വെച്ചിട്ട് എന്തുണ്ടാക്കാനാന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും അങ്ങോട്ട് എടുക്കുക അത്രേ ഉള്ളൂ. പക്ഷെ തുള്ളി ലൈഫോൺ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. സാക്ക് ഹിക്സ് മോളിൽ ഷോട്ട് ഗൺ ഉണ്ട്, അത് ആരെങ്കിലും എടുത്തുണ്ടാവോ? എടുത്തു. അവിടെ ഉണ്ട്. നമുക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. എവിടെ നിൽക്കാം, അല്ല ആൾക്കാർ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. അത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സാധനം. മീൻസ് അത് ഞാൻ വരുന്ന കണ്ടു, പക്ഷേ എനിക്ക് ആ ടൈമിനൊന്നും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ആ ഒരു വരുന്നതിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു, ഷോക്കിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ സൂസൈഡ് ചെയ്യാവോ? എന്നാണ് നിൽക്കണേ, സ്റ്റക്കായി നിൽക്കണോ? വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി ബ്രോ? വീട് വിട്ട് പോവാണോ? ഞാൻ എന്തിനാ നോക്കണം? നമുക്ക് നമ്മുടെ ഷോട്ട് ഗൺ. ഏടാ, ആ ടൈം ബോംബ് ഇട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അവിടേക്ക് പോകണ്ട, അടിയിരിക്കുക. അവിടെ അടിയിലൊരു ചാനലുണ്ട്. സാർ ഡെഡ് പൂളിനെ കൊന്നു. പക്ഷെ 1 കില്ലേ ഇട്ടുള്ളൂ. ഡെഡ് പൂളിന് 2 കില്ല്, നമുക്ക് 1 കില്ലേ ഇട്ടുള്ളൂ. നമുക്ക് 1 കില്ല് മതിയോ? പോരാ, എനിക്ക് പോരാ, നിങ്ങൾക്ക് മതിയോന്ന് എനിക്കറിയില്ല, എനിക്ക് പോരാ. അയ്യോ, പൊളി. സാക്കിക്സ് എല്ലാത്തിൻ്റെയും തീർത്തുണ്ട്. എനിക്ക് കളി ഇഷ്ടമില്ല. വേണ്ട അവിടേക്ക് പോകണ്ട. ഇവിടെ ഷോട്ട് ഗൺ ഉണ്ട്. ഷോട്ട് ഗൺ ഓർഡറാ മുകളിൽ വീണോ? എടാ ഷോട്ട് ഗണ്ണോ? ഷോട്ട് ഗണ്ണോ? എടാ ഗണ്ണർ ഫസ്റ്ററേ. ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വല്ല സ്പോണിങ് സ്ഥലമാണെങ്കിൽ നമ്മളെ നിൽക്കണമെന്നെങ്കിൽ നമ്മൾ തീർന്നു. ബിക്കോസ് നമ്മുടെ അവന്മാർ സ്പോണായിട്ടൊരു 2-5 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ആയിരിക്കും നമ്മളത് കാണുന്നത്. അങ്ങനത്തെ ഒരു സീനുണ്ട്.
ഇതോ അടുത്ത ആള് സച്ചിക്സ് സാക്കിക്സ്. എനിക്ക് സച്ചിൻ സച്ചിക്സ് അങ്ങനെയൊക്കെ വരുന്നത് വായിന്ന്. സാക്കിക്സ് ഒരു പ്രൊണൗൺസിയേഷനെ പ്രൊണൗൺസ് ചെയ്ത് വരുമ്പോഴത്തേക്കും മോനെ 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 ഡെഡ്പൂളിനെ പോലെ ഞാൻ വെട്ടിച്ചിട്ടില്ല. മറ്റവൻ പിന്നെ പോയല്ലോ കളിയുന്നു, അത് പിന്നെയും കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷെ ഡെഡ്പൂളിനെ വെട്ടിച്ചില്ല ഞാൻ. പൊളി. കിക്സിൻ്റെ ആ ഒരു ടൈം ബോംബ് ഞാൻ കണ്ടില്ല. ഡെഡ്പൂൾ സ്കില്ല് പൊളി. എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വെട്ടിക്കാൻ പറ്റില്ല. ബിക്കോസ് 2 സെക്കൻഡ് ഉള്ളൂ. 1 സെക്കൻഡ് കഴിഞ്ഞു. ഇനി സ്നൈപ്പർ ഔട്ട് പോസ്റ്റ് ആണ് കളിച്ചിട്ട് നമുക്ക് നിർത്താം. ബിക്കോസ് ഇപ്പോൾ തന്നെ 11 minutes ആയി. അപ്പോൾ ഞാൻ തന്നെ അറ്റത്തേക്ക് പോയി. പക്ഷെ എപ്പോഴും അങ്ങനെ പോയി ശീലമായി. എനിക്ക് പൊളി ആയിക്കോട്ടെ. റോക്കറ്റ് അൽഫ മാത്രമാണ് എൻ്റെ അര. ബാക്കിയുള്ള 3 അവന്മാർക്കാണ് എൻ്റെ അര. അപ്പം ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് ആയിക്കോട്ടെ ഒറ്റ വരെയുള്ളൂ, അത് റോക്കറ്റ് അൽഫയാണ്. അത് പറഞ്ഞ് അല്ലാണ്ട് പറഞ്ഞല്ല. പ്രസാദ് ലോഡ് ആയ എന്നാണ്. പ്രസാദ് പോയിണ്ടായിരുന്നു. എനിക്കൊന്നും അറിയില്ല ഗൈസ്. റോക്കറ്റ് അൽഫനെ ഞാൻ കൊന്നല്ലോ, അവൻ എന്നെ കൊന്നല്ലോ. ദുനിയാക്ക പപ്പ അവൻ മാത്രം ഒരു കില്ല് പോലും എടുത്തിട്ടില്ല. ഞാൻ മറ്റേ പച്ചത്തോക്ക് എടുക്കാത്തത് എനിക്ക് കളിക്കാൻ അറിയാത്തതുകൊണ്ട് കേട്ടോ, അല്ലാണ്ട് പറഞ്ഞല്ല. ചക്കയ്ക്ക് കിട്ടി അത്രേ ഉള്ളൂ പച്ചത്തോക്ക് വെച്ചിട്ട്. അയ്യോ എമ കഴിഞ്ഞല്ലോ. അയ്യോ എന്താണ് സംഭവിക്കണേ? റോക്കറ്റ് അൽഫ ചത്തിരിക്കുന്നു. ഒരു വെറൈറ്റിക്ക് പച്ചത്തോക്ക് എടുക്കാല്ലേ, എടുത്ത് നോക്കാം. എനിക്ക് കളിക്കാൻ അറിയില്ല, ഞാനും നോക്കാം. മോനെ കിട്ടി. ആ ചക്ക കിട്ടിയതാണ്, വേറെ ഒന്നല്ല. കണ്ട അതാണ് കളിക്കറിയില്ല എനിക്ക് കുറച്ച് പച്ചത്തൂക്കാണെങ്കിൽ കുറച്ച് അടത്തണം. ഇത് ജാതി ലോട്ടാ ഫേസ് ബിൽക്കുൽ ഫേസ് ഓത്ത അങ്ങനെ എന്തോ പറഞ്ഞു. ഇത് എന്തുണ്ടാടാ? അത് ബോംബിൻ്റെ ലൊഡാ എന്തോ. എനിക്ക് ഹിന്ദി വായിക്കാനൊന്നും അറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അതെവിടെ നിന്ന് അടിച്ച്? മറ്റവൻ്റെ ഫ്രണ്ടിൽ നിന്ന് അടിച്ചതാണ് എൻ്റെ തലക്കിട്ട് കൊണ്ടത്. എനിക്ക് വയ്യ ഗൈസ്. നമ്മൾ ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഫാനാണോ? കമൻറ്റ് ബില്ലോ. ഞാൻ ഫാനാണ്, അതുകൊണ്ട് പറഞ്ഞത്. ലോഡ് ആക്കാവോ ദുനിയാ കാ ബേട്ട. ഭൂമിക്ക് മകനുണ്ടോ? അച്ചോടാ. ഇതിൽ ഞാൻ അവസാനം തന്നെയാണ്. ഏറ്റവും ആദ്യം കിട്ടിയത് എങ്ങനെയൊക്കെയോ കിട്ടി, ഇനി കിട്ടാൻ പോണില്ല. പ്രസാദിൻ്റെ മോൻ തന്നെ.
ദുനിയാ കാ പപ്പ കാക്ക ദുനിയാ കാ പപ്പ. ടൈം ബോം. അടി കൂടെ പോയ പൊട്ടോ? പൊട്ടും. ഇല്ല, പൊട്ടിയില്ല. ദുനിയാ കാ പപ്പ ഗണിയാ. ഓ എൻ്റെ മോനെ, അവിടെ ടൈം ബോംബ് ഉണ്ടായിരുന്നു ഗൈസ്. എൻ്റെ ഭാഗ്യം. അല്ലെങ്കിലും ചത്തു. എന്നാലും ഒരു സുഖത്തിന് പറയാലോ. ഓ, മോളിൽ കൂടെ പോകാൻ പറ്റുമോ? യെസ്, ഞാൻ മോളിൽ കൂടെ പോയി. ഓ എടാ, അതെങ്ങനെയാണോ അവനറിയണേ? ഞാൻ കറക്റ്റ് അതിൽ കൂടെ ചെറുതായിട്ട് അവൻ ഹാക്കറാന്നുണ്ട്. ചെറുതായിട്ട് ഈ ചെറുതായിട്ടുള്ള ഹാക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊരുത്തനാണ് അവൻ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോൾ എന്താണ്? 2 സെക്കൻഡ് 1 സെക്കൻഡ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി എന്താ എനിക്ക് വയ്യ. ഫുള്ളും തോൽവിയാണല്ലോ നോക്കുമ്പോഴാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കളിക്കാം ഗൈസ്. അപ്പോൾ ഇത്രയും കണ്ട ആൾക്ക്, അപ്പോൾ ഈ വീഡിയോ എത്തുള്ള ഗൈസ്. അപ്പോൾ കണ്ടുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി, അധികം നന്ദി. അപ്പോൾ റോഡ് ടു 50 സബ്ബാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റ് വാച്ച്. പിന്നെ ഇത് മുമ്പിട്ട 3rd പാർട്ട്, മറ്റേ മിനിമിലിട്ട 2nd പാർട്ട് ഇട്ട് എൻ്റെ 3rd പാർട്ടാട്ടോ അത്. അങ്ങനെ പാർട്ടായി പോവാന്നാണ് എൻ്റെ ഒരു ഇതിൽ. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ 50 സബ്ബായിരുന്നു നമുക്ക് ലൈവ് ഇട്ടിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പൊളിക്കാൻ പറ്റുള്ളൂ. പിന്നെ വേറെ വല്ല ഗെയിംസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഇത്രയുള്ള ഗൈസ്. ബൈ.